ഏകദേശം 228 വർഷങ്ങൾക്ക് മുമ്പ് 1798 അരുൾമണി എന്ന് പറയുന്ന രാമനാട് ദേശത്തെ ദിവാൻ ഉൾപ്പെടെയുള്ള ഒരു 12 അംഗ സമിതി അന്നത്തെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം മധുര ജില്ലയിലെ നിരവധി താലൂക്കുകളിൽ വെള്ളം കിട്ടാതെ ആളുകൾ മരിക്കുകയും കൃഷി ചെയ്യാൻ കഴിയാതിരിക്കുകയും ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പിന്നെ വന്നത്. അതിനുശേഷം തുടർന്ന് വന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെയാണ് ആ ഒരു വിഷയം വന്നത്. ഈ 1798 വന്ന വിഷയം ദാരിദ്ര്യം, പട്ടിണി, കൃഷിയില്ലായ്മ. അങ്ങനെ അരുൾമണി എന്ന് പറയുന്ന രാമനാട് ദിവാനും 12 അംഗ സമിതിയും കൂടി എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ എന്ന് അന്വേഷിച്ച് വന്നാണ് മധുരയുടെ ഇങ്ങേ മലകളിൽ കിടക്കുന്ന മലനിരകളിലെ കേരള തീരത്ത് കിടക്കുന്ന, അന്ന് കേരളമില്ല, തിരുവിതാംകൂർ തീരത്ത് കിടക്കുന്ന മുല്ലപ്പെരിയാറും കണ്ടുപിടിക്കുന്നത്. എന്തുകൊണ്ട് മുല്ലപ്പെരിയാറിലെ വെള്ളം ഒരു കല്ലണ കെട്ടി കല്ല് കൊണ്ടുള്ള ഒരു മണ്ണെണ്ണയാണ്, മണ്ണ് കൊണ്ടുള്ള ഒരു മഡ് ബാങ്ക് ഉപയോഗിച്ചുള്ള, അതായത് ഒരു മണ്ണെണ്ണ പിന്നെ കെട്ടി എങ്ങനെ തമിഴ്നാട്ടിൽ വെള്ളം കൊണ്ടുപോകാം എന്നുള്ള ചിന്തയിൽ നിന്ന് തുടങ്ങിയാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന വലിയ സംവിധാനത്തിലേക്ക് വന്നത്. 228 വർഷം കൊണ്ട് ചതിയുടെയും വഞ്ചനയുടെയും ദുരൂഹതയും കഥ മാത്രമേ പറയാനുള്ളൂ. അതിനകത്ത് വേറെ ഒരു പോസിറ്റീവ് കഥയും കേരളത്തിന് പറയാനില്ല. അന്നുമില്ല, ഇന്നുമില്ല, ഇതുവരെ ഇല്ല. അതാണ് വളരെ രസകരമായ കാര്യം. ഈ ഡാം പണിതതിന് ശേഷം 1798 തുടക്കമിട്ടെന്ന് പറഞ്ഞത്. 1807 മധുര കളക്ടർ പാരിഷ് പെരിയാറാണ് ഇതിനെ സംബന്ധിച്ച് വീണ്ടും പഠനം നടത്തി പദ്ധതി ലാഭകരമല്ല എന്ന് പറഞ്ഞ് കളഞ്ഞു. 1808 ആകുമ്പോൾ സർ ജെയിംസ് കാൾസ് വീണ്ടും പഠനത്തിന് വരുന്നു. അപ്പൊ 2 പഠനമായി. ആ പഠനം ഉപേക്ഷിക്കുന്നു. 1850 ആകുമ്പോൾ അപ്പോൾ തമിഴ്നാട്ടിൽ ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ട്. ബ്രിട്ടീഷുകാർക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല, കരമടയ്ക്കാൻ പറ്റുന്നില്ല, അവർക്ക് എങ്ങനെയും കരം വാങ്ങണം, അങ്ങനെ വരെ പ്രശ്നങ്ങളുണ്ട്. അവസാനം 1850 ഫാബർ എന്ന് പറയുന്ന മറ്റൊരു എഞ്ചിനീയർ ഫയൽ തുറക്കുകയും ചിന്നമുല്ലപ്പെരിയാർ ഡാം പണി തുടങ്ങാം എന്ന് ആലോചിച്ച് അതിൻ്റെ പണി തുടങ്ങി. യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിലെ വെള്ളം കൊണ്ടുപോകാൻ തുടങ്ങി. അന്ന് കരാറൊന്നുമില്ല, അതിൻ്റെ പണി അങ്ങ് തുടങ്ങി. അപ്പോഴാണ് ആദ്യത്തെ ചതി. പണി തുടങ്ങിയപ്പോഴാണ് മലമ്പനി വന്ന് തൊഴിലാളികൾ മരിക്കുകയും പണി ഉപേക്ഷിക്കുകയും, ഇപ്പം അട്ട പാമ്പൊക്കെ പറഞ്ഞ് വലിയ കാടല്ലേ, കൊടും കാടല്ലേ, അപ്പോൾ ആ പണി ഉപേക്ഷിക്കുകയും ചെയ്തു. 1862 ആകുമ്പോൾ മേജർ റൈസും മേജർ പൈനും കൂടി വീണ്ടും പുനരവലോകനം ചെയ്യുന്നുണ്ട്. 1867 ആകുമ്പോൾ ആഗസ്റ്റ് മാസം വിശദമായ റിപ്പോർട്ട് പുറത്തു വരും. അങ്ങനെയാണ് 162 അടി എർത്ത് ഡാം കെട്ടാം എന്നൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഇതൊക്കെ ഇതിൻ്റെ നാൾ വഴിയിൽ ഞാൻ പറയുന്നത് ഇതിനകത്ത് ദുരൂഹത സംഭവിച്ച കാര്യങ്ങൾ മാത്രം പറയാനാണ്. 1870 ആകുമ്പോൾ ആർ സ്മിത്ത് ആണ് വീണ്ടും ഇതിനകത്ത് വന്നു. 1872 റിപ്പോർട്ട് വന്നു. ഇതിനിടയിൽ 1862 മദ്രാസ് ഗവൺമെൻറ്, അന്ന് നാട്ടുരാജ്യങ്ങളാണല്ലോ, മദ്രാസ് നാട്ടുരാജ്യം തിരുവിതാംകൂറിന് ഒരു കത്ത് എഴുതുന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അവർ കണ്ടുപിടിച്ച് ഇങ്ങനെ ഈ കല്ലണയൊക്കെ കെട്ടി കാട്ടിനകത്ത് നടന്നപ്പോഴാണ് ഇത് തിരുവിതാംകൂറുകാർ എങ്ങനെ അറിയുന്നു. പിന്നെ അതുപോലെ കാട്ടിൽ ഇത് വലിയ സ്ട്രക്ചർ ഉണ്ടാക്കണമെങ്കിൽ തിരുവിതാംകൂറിൻ്റെ ഒരു അനുവാദം എടുക്കണം. കാര്യം തിരുവിതാംകൂറിലാണ് ഈ കാട് കിടക്കുന്നതെന്ന് അവർ കണ്ടുപിടിക്കുന്നത് പിന്നീടാണ്. അപ്പം ആദ്യത്തെ കല്യാണ പരിപാടിയൊക്കെ നടത്തിയതിന് ശേഷമാണ്. അങ്ങനെയാണ് തിരുവിതാംകൂറിന് ഒരു കത്ത് കൊടുക്കുകയും 1863 ജനുവരി 14 ബാർട്ടനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. 1882 നവംബർ 11 സർ രാമയ്യങ്കർ ദിവാൻ അതിനകത്ത് പിന്നെ ഈ പരിപാടിയിലേക്ക് വരുന്നു, ഒപ്പിടൽ രംഗത്തേക്ക് വരുന്നു. 1885 ആഗസ്റ്റ് 14 വിശാഖം തിരുനാൾ രാജാവ് നാട് നീങ്ങി. ആ രാജാവ് നാട് നീങ്ങിയ ദുഃഖത്തിലിരിക്കുന്ന ഒരു സമയത്താണ് ഇത് കരാർ ഒപ്പിടുന്ന. ആ ഒരു വർഷത്തിലാണ് 1886 ഒക്ടോബർ 29 കരാർ ഒപ്പിടുന്നത്. എന്ന് പറഞ്ഞാൽ രാജാവ് മരിച്ച് രാജാവ് നാട് നീങ്ങി രാജ്യം വലിയ ദുഃഖത്തിലിരിക്കുന്ന സമയത്താണ് രാജ്യത്ത് വന്ന് രാജാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ദിവാൻമാർ ആദ്യമായി ബ്രിട്ടീഷുകാരും തമിഴ്നാട്ടുകാരും വന്ന് കേരളത്തെ ആദ്യമായി പറ്റിക്കുന്നത്. വിശാഖം തിരുനാൾ രാജാവ് ഇത് സമ്മതിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒപ്പിടണം. സമ്മതിച്ചെന്ന് വാക്കാൽ സമ്മതിച്ചതിൽ എഴുതി കൊടുത്തിട്ടില്ലല്ലോ. അവിടെ നിന്ന് തുടങ്ങുന്നു ആദ്യത്തെ ചതി. നമ്പർ 1 ചതി. നമ്പർ 2 എന്ന് പറയുന്നത് 1908 42 അടിയായിരുന്ന ഡാമിൻ്റെ ഉയരം നമ്മളോട് ചോദിക്കാതെ
തിരുവിതാംകൂർ അറിയാതെ 152 അടിയാക്കി. എന്താണ് അതിൻ്റെ സത്യം? അടുത്ത ദുരൂഹത. അതുപോലെ തന്നെ പിന്നെ എന്ത് സംഭവിച്ചു? വൈദ്യുതി ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. എന്താ അത് എന്നിട്ടോ വൈദ്യുതി ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. ഇതും നമ്മൾ അറിയുന്നില്ല. തിരുവിതാംകൂർ രാജ കൊട്ടാരക്കാര് ഇത് അറിയുന്നില്ല. ആരാണ് ഇതിൻ്റെ കുറ്റം? എന്നിട്ട് വീണ്ടും പിന്നെ 1893 ഈ വൈദ്യുതി ഉണ്ടാക്കാൻ ഒരു ഫയൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിൻവലിച്ചു അവർ. പിൻവലിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന 1904 ഫയൽ വീണ്ടും കൊണ്ടുവന്നു. പിന്നെ വീണ്ടും ആണ് 1908 ഈ പരിപാടി അവർ ചെയ്തത്. എന്നിട്ട് 1930 അപ്പോഴും അവർക്ക് ഔദ്യോഗികമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ 1932 ആകുമ്പോൾ വൈദ്യുതി ഉണ്ടാക്കാൻ ഔദ്യോഗികമായിട്ട് അനുമതിക്ക് അവർ ചോദിച്ചു. അങ്ങനെ കുമളിയിലെ ലോവർ ക്യാമ്പിലെ പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനം വന്നു. പക്ഷെ അത് വലിയ തർക്കത്തിലേക്ക് പോയി. സർ CP രാമസ്വാമയ്യർ കേരളത്തിന് വേണ്ടിയും അല്ലാടി കൃഷ്ണസ്വാമി തമിഴ്നാടിന് വേണ്ടിയുള്ള ദിവാനുമായി നിന്ന് വലിയ തർക്കം നടന്നു. അങ്ങനെ ആ തർക്കം ആർബിട്രേറ്റർമാർക്ക് പോയി. ആർബിട്രേറ്റർമാർ അത് സമ്മതിച്ചില്ല. അവസാനം കൽക്കട്ടയിൽ നിന്നുള്ള അമ്പയറെ വെച്ചു. ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള സർ നളിനി രഞ്ജൻ ചാറ്റർജിയെ അതിൻ്റെ അമ്പയറായി വെച്ചു. അമ്പയർ പറഞ്ഞത് അടുത്ത ചതി, രണ്ടാമത്തെ ചതി, രണ്ടാമത്തെ ദുരൂഹത. അമ്പയർ പറഞ്ഞത് ഒരു കാരണവശാലും പിന്നെ ജലസേചനത്തിനും കുടിവെള്ളത്തിനും കൊടുത്ത അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ തീർന്നില്ലേ അടുത്ത ചതി? അത് കഴിഞ്ഞിട്ട് വീണ്ടും 1947 ആകുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും 49 ജൂൺ 6 ചർച്ച നടക്കുന്നു. 50 ചർച്ച നടക്കുന്നു, 52 ചർച്ച നടക്കുന്നു. പക്ഷേ ഒരു കഥ, വീണ്ടും അടുത്ത ചതി വരുന്നു. അടുത്ത ചതി വന്നത്, വളരെ രസകരമായൊരു ചതി വന്നത്, അല്ലെങ്കിൽ ദുരൂഹത വന്നത്, ഈ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇന്ത്യൻ പ്രോവിൻസിലെ ഇന്ത്യൻ ജൂറിസ്ഡിക്ഷനിലുള്ള എല്ലാ പാട്ടക്കരാറുകളും റദ്ദാവും. ഒരു കരാറിനും പിന്നെ ആയുസില്ല. അങ്ങനെ എല്ലാ കരാറുകളും റദ്ദാവും എന്ന അപകടം കൃത്യമായി തമിഴ്നാട് മനസ്സിലാക്കുകയും ഈ കരാർ പുതുക്കിയെടുക്കാൻ അവർ അണിയറയിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെ അണിയറയിൽ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായി വീണ്ടും ദുരൂഹത വന്നത് 1970 ഇടക്കാല ഗവൺമെന്റ് ആയിരുന്ന അച്യുത മേനോൻ കണ്ണടച്ചുകൊണ്ട് ഇത് ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സാധ്യത കിട്ടിയതാണ്. ഒന്നാമത്തെ സാധ്യത തിരുവിതാംകൂർ രാജാവിന് കിട്ടിയതാണ്, അവർ മൈൻഡ് ചെയ്തില്ല. രണ്ടാമത്തെ സാധ്യത ആർബിറ്റർ വന്ന്, അപ്പോൾ അമ്പയർ വന്ന് തിരുവിതാംകൂർ രാജ കൊട്ടാരത്തിന് വീണ്ടും സാധ്യത കിട്ടി, അപ്പോഴും മൈൻഡ് ചെയ്തില്ല. മൂന്നാമതായി അച്യുത മേനോന് സാധ്യത കിട്ടി, അപ്പോഴും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ അച്യുത മേനോൻ അന്നത്തെ മനോരമയിൽ വന്ന ഒരു വാർത്ത എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാനിപ്പോൾ പെട്ടെന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. അതായത് കേരളവും തമിഴ്നാടുമുള്ള എല്ലാ കരാറുകളും പുതുക്കിയിട്ടുണ്ട്, കേരളത്തിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല എന്നൊരു ചെറിയ ന്യൂസ് മനോരമയിൽ വന്നിരുന്നു, മലയാള മനോരമയിൽ. അതുകൊണ്ട് കേരളം സന്തുഷ്ടമാണെന്ന് അച്യുത മേനോൻ പറഞ്ഞപ്പോൾ വലിയൊരു ചതിയിലേക്കാണ്, ദുരൂഹതയിലേക്കാണ് അന്നും കാലം പോയത്. അതിനുശേഷം പിന്നെ അതേസമയം ഈ ഡാമിനെ സംബന്ധിച്ച് വളരെ വലിയ തർക്കങ്ങളും വിവാദങ്ങളുമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെ തുടർന്നാണ് 43-ൽ അതിന് മുമ്പ് 43-ൽ കനത്ത മഴ വന്നിരുന്നു. 24-ലെ മഴയിൽ മുല്ലപ്പെരിയാർ ഡാമിനെ ഉപദ്രവിച്ചില്ല. രാജ്യം മുഴുക്ക അല്ല സംസ്ഥാനം മുഴുക്ക മഴ വന്നിട്ടും മുല്ലപ്പെരിയാറിനെ വലുതായിട്ട് ഉപദ്രവിച്ചില്ല. എന്നാൽ 43-ൽ 61-ൽ പിന്നെ 60-ൽ ഒക്കെ വലിയ വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. ഡാം പ്രതിസന്ധി വന്നു. ഡാം കെട്ടിയ സമയത്ത് തന്നെ ഡാമിൽ ചെറിയ നനവുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി. അതിനുശേഷം നാളിതുവരെ ഒരുപാട് എന്ത് നടത്തിയിട്ടുണ്ട്, മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു മെയിൻ്റനൻസിലും കേരളത്തിനൊരു പങ്കുമില്ല. അവിടുത്തെ വാട്ടർ ലെവൽ എടുക്കുന്നത് തമിഴ്നാടാണ്, കേരളത്തിനൊരു പങ്കുമില്ല. ഇങ്ങനെ കേരളത്തിന് യാതൊരു പങ്കുമില്ലാതെ കേരളത്തിൻ്റെ മണ്ണിൽ തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുമ്പോൾ അടിമുടി ദുരൂഹതയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ദുരൂഹതയാണ്. ഡാം കെട്ടാൻ സ്ഥലം നോക്കിയ സമയം മുതൽ, ഡാം കെട്ടിയ സമയം മുതൽ, ആദ്യം കല്ലണ കെട്ടിയ സമയം മുതൽ, പിന്നെ പുതിയ ഡാം കെട്ടിയ സമയം മുതൽ തുടങ്ങി, അവിടെ വൈദ്യുതി ഉണ്ടാക്കിയ സമയം മുതൽ, അതിൽ നിന്ന് ലോവർ പെരിയാർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി പിന്നെ വെള്ളം ഡൈവേർട്ട് ചെയ്തതിൻ്റെ കാലം മുതൽ ഇന്ന് വരെ എടുത്താൽ 70-ലെ കരാർ പുതുക്കിയപ്പോൾ അത് കൃത്യമായി ഹോംവർക്ക് ചെയ്യാത്ത കാര്യങ്ങൾ വരെ എടുത്ത് ഇന്ന് വരെ എടുത്താൽ ചതിയുടെയും വഞ്ചനയുടെയും ദുരൂഹത മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇനിയിപ്പോൾ ഉള്ളത് ഈ ഗവൺമെൻറ് വന്നിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു NK പ്രേമേന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോൾ സുപ്രീം കോടതിയിൽ കുറേ കേസ് മുന്നോട്ട് പോയി എന്നുള്ളത് വളരെ പ്രധാനമാണ്. PJ ജോസഫ് അവർ മന്ത്രിയായിരുന്നപ്പോൾ
കുറേയധികം സമ്മർദ്ദം കൊടുക്കാൻ, ഈ വിഷയത്തിൽ കുറേ സമ്മർദ്ദം കൊടുക്കാൻ കഴിഞ്ഞു. ഇത് 2 കാലഘട്ടമാണ് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അനക്കം സംസ്ഥാനത്തുണ്ടായത്. പക്ഷേ ഇനിയിപ്പോൾ വീണ്ടും ശ്രീ മോൻസ് ജോസഫാണ് മന്ത്രിയായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് പുതിയ വെല്ലുവിളി വരുന്ന സാഹചര്യത്തിൽ എന്താണ് മേഘവിസ്ഫോടനവും പുതിയ മഴയും വരുന്ന പുതിയ വെല്ലുവിളി വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഡാമിൻ്റെ കാര്യം തമിഴ്നാടുമായി ഡീൽ ചെയ്യുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. കേരളം മാത്രം വിചാരിച്ചുകൊണ്ട് തീരുന്നൊരു വിഷയമല്ല. തമിഴ്നാട്, കേരളവും കേന്ദ്രവും കൂടി ഒരു ത്രികക്ഷി കരാറിലൂടെ മാത്രമേ, ത്രികക്ഷി ചർച്ചയിലൂടെ മാത്രമേ ഡാം കൃത്യമായി പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. പുതിയ ഡാമാണോ, ടണലാണോ, എന്താണ് വേണ്ടത്? അല്ലെങ്കിൽ ഇത് നിലവിലുള്ളതിന് മറ്റൊരു നിർദ്ദേശം വന്നിരിക്കുന്നത് ഇതിൻ്റെ പുറത്തൊരു ഏപ്രൻ പോലെ, സിമൻറ്റ് ഏപ്രൻ പോലെ തീർത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് കുറേ കാലം കൂടി ഓടും എന്ന് പറയുന്നു. ഇതിലേതാണ് വേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.